സംഗീത കലാകാരിയായ അനുശ്രീ തിരുവനന്തപുരം നാലാഞ്ചിറക്കാരിയാണ്. ചെറുപ്പകാലം മുതൽ തന്നെ സംഗീത പഠനം തുടങ്ങിയ അനുശ്രീയുടെ ജീവിതരേഖയിൽ ദൈവത്തിൻ്റെ ദയാവായ്പകൾ അനുഭവിച്ചറിഞ്ഞ നിരവധി അവസരങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, എൻ്റെ അനിയത്തി, പിന്നെ പപ്പയുടെ അമ്മ, അമ്മച്ചി, ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളത്. അപ്പോൾ എനിക്കൊരു 3-4 വയസ്സ് തൊട്ട് പാട്ട് പഠിച്ച് തുടങ്ങിയതാണ്. പക്ഷേ പാട്ടിന് മാത്രമല്ല, പാട്ട്, ഡാൻസ്, മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ പല ആക്ടിവിറ്റീസിനും എന്നെ കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ലൈക്ക് വീസിങ്ങും, പിന്നെ അങ്ങനെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആർട്സ്, സ്പോർട്സ് അങ്ങനത്തെ ഐറ്റംസിലൊന്നും അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പിന്നെയും കുറേ തവണ ട്രൈ ചെയ്തു പാടാനായിട്ടും. പക്ഷേ ആ ക്ലാസ്സസ് ഒന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതുകൊണ്ട്. അപ്പോഴാണ് ഞാനൊരു 3rd സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മരുതൂരിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ CSI മരുതൂർ ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇതിന് മുന്നേ പള്ളിയിൽ പോവുമെങ്കിലും ജസ്റ്റ് പള്ളിയിൽ പോവും, ആരാധിക്കും, തിരിച്ച് വരും, ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പോയതിന് ശേഷം ഞാൻ അവിടുത്തെ സർവീസിലൊക്കെ കൂടുതൽ ആക്റ്റീവായി തുടങ്ങി. അതായത് ചർച്ച് ക്വയറിനും സൺഡേ സ്കൂളിന് അങ്ങനത്തെ അവിടുത്തെ ആക്ടിവിറ്റീസിനൊക്കെ ചേരാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ചർച്ച് ക്വയറിൽ ചേർന്നതിന് ശേഷം എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കുറേയൊക്കെ ഒരു മാറ്റം, ഒരു ചേഞ്ച് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതായത് പതുക്കെ ഈ വീസിങ്ങിൻ്റെ പ്രോബ്ലം എല്ലാം കുറഞ്ഞു വന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് കണ്ടിട്ട് പിന്നെ എൻ്റെ പാരൻസിനൊക്കെ ഈ മ്യൂസിക് ഭയങ്കര ക്രേസാണ്. മ്യൂസിക് എന്നല്ല, ആർട്ട് ഏത് ഫോംസ് ആയാലും ഭയങ്കര ക്രേസാണ് അവർക്കിതൊക്കെ. അപ്പോൾ എനിക്കും ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്, പാട്ട് പാടാനൊക്കെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് എന്നെ പിന്നെയും ഞാൻ പോയി മ്യൂസിക് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ചർച്ചിന് ഓപ്പോസിറ്റ് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഞാൻ മ്യൂസിക്കിനും കീബോർഡിനും ജോയിൻ ചെയ്തു. അവിടെ കീബോർഡ് എനിക്ക് പ്രദീപ് സാറാണ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ ചർച്ചിലെ ക്വയർ മാസ്റ്റർ തന്നെയാണ്. പിന്നെ മ്യൂസിക് എന്നെ പഠിപ്പിച്ചത് ബിന്ദു എന്ന് പറഞ്ഞ ടീച്ചറാണ്. ആ ടീച്ചറാണ് എന്നെ സ്റ്റേജിലോട്ട് ആദ്യമായിട്ട് പാടാൻ വേണ്ടി എന്നെ കയറ്റിയത്. എനിക്ക് ഓരോ പാട്ടുകൾ പാടാനുള്ള കോൺഫിഡൻസും ഒറ്റയ്ക്ക് നിന്നൊരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസൊക്കെ എനിക്ക് തന്നത് ആ ടീച്ചറിൻ്റെ ഇതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിലെ എല്ലാ ആക്ടിവിറ്റീസിനും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ അന്നും ഇന്നും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ സർവീസിനും പങ്കെടുക്കും, എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ശോഭന കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് വെള്ളയമ്പലത്തെ ഒരു ടീച്ചറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കാൻ ചെന്നത്. അവിടെ ടീച്ചറിൻ്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് മീൻസ് നല്ല ഡിസിപ്ലിനോടെ ആണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ മ്യൂസിക്, ഈ പാട്ടെന്നുള്ളൊരു സംഭവം സീരിയസ് ആയിട്ട് എടുത്ത ഒരു ഏജ് ആയിരുന്നു അത്. എനിക്കവിടെ ഭയങ്കര നല്ലൊരു ട്രെയിനിങ് ആണ് എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. ടീച്ചർ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പം എനിക്ക് എൻ്റെ മ്യൂസിക് ലൈഫിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കി തന്ന ടീച്ചറാണ്. അങ്ങനത്തെ നല്ലൊരു ട്രെയിനിങ് കിട്ടാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നെ ഞാൻ ഒരു 14 വയസ്സ് വരെ ഞാൻ ഒറ്റ മോളായിരുന്നു. അത് എൻ്റെ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ അനിയത്തി ഉണ്ടാവുന്നത്. ഞാനവൾ തമ്മിലൊരു 13-14 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ലൈക്ക് എനിക്ക് അതിനു മുന്നേ ഒരു കുഞ്ഞനിയൻ വേണം, അനിയത്തി വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഒറ്റയ്ക്കല്ലേ, എപ്പോഴും കളിക്കാനായാലും എല്ലാത്തിനും ഒറ്റയ്ക്കാണ്. അപ്പോൾ കൂടെ ഒരാൾ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്കൊരു അനിയത്തിയെ കിട്ടി. ഇപ്പോൾ ഞാൻ പാട്ട് പാടുമ്പോഴായാലും അവൾ എൻ്റെ കൂടെ വന്നിരുന്ന് പാടാറുണ്ട്, എൻ്റെ കൂടെ വന്ന് കളിക്കാറുണ്ട്. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അവൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ പ്രോഗ്രാംസിന് പോകുമ്പോഴായാലും അവൾ എൻ്റെ കൂടെ വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾക്ക് 7 വയസ്സായി, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുമെങ്കിലും ബാക്കിയുള്ളവരുടെ പാട്ട് പാടുന്ന പോലെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റേതായിട്ടുള്ളൊരു പാട്ട് പാടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പാട്ട് കൂടുതൽ ആൾക്കാരെ അറിയണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം വന്നു. അപ്പോൾ ഞങ്ങളത് പലരെയും അറിയിച്ചു. അങ്ങനെ പല ഓഫേഴ്സും വന്നു. അങ്ങനെ ഒരു ഓഫർ വന്നു, പാട്ട് പാടാം, അങ്ങനെ എൻ്റെ ഒരു പാട്ട് ഇറങ്ങും എന്നുള്ളൊരു ഇതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെനിക്കിങ്ങനെ പാട്ട് അയച്ചു തന്നു, എന്നോട് തിരിച്ച് പാടി അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബോർഡ് എക്സാമിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതിനിടയിലും ഞാനിത് പ്രിപ്പയർ ചെയ്തു, അവർക്ക് പാടി അയച്ചു കൊടുത്തു. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ റെക്കോർഡിൻ്റെ കാര്യമെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ പക്ഷേ ചില
തടസ്സങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര വിഷമമായി. കാരണം ഞാൻ കുറേ ആശിച്ചിരുന്നിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായി. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ പേരിൽ എനിക്കൊരു പാട്ട് ഇറക്കാൻ പറ്റില്ലേ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേറെ ഓഫേഴ്സ് വന്നു. എൻ്റെ പേരിൽ തന്നെ ഞാൻ തന്നെ പാടിയ പാട്ടുകൾ എനിക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ സാധിച്ചു. യാത്രകളിൽ കാവലായി, രോഗങ്ങളിൽ സൗഖ്യമായി ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ഈ ഗായിക ഏതൊരു വേദിയിലും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത പ്രഘോഷിക്കുവാൻ വൈമനസ്യമില്ലാത്ത വ്യക്തിയാണ്. എൻ്റെ പാട്ടുകളിൽ ഞാൻ കൂടുതലും പാടിയിട്ടുള്ളത്, നേരത്തെ ഇപ്പോഴായാലും ഞാൻ പാടുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അനുഗ്രഹം എനിക്ക് എൻ്റെ ലൈഫിൽ പലപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ദൈവനാമത്തെ പുകഴ്ത്തുവാൻ കിട്ടുന്ന അനവധി അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അല്ലാത്ത ലൈഫിലും എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ കോമ്പറ്റീഷൻസിനാണെങ്കിലും ഞാൻ പള്ളിയിലെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ പള്ളിയിലെ കോമ്പറ്റീഷൻസിന് മഹാടക ലെവൽ വരെ എനിക്ക് കുറേ തവണ സമ്മാനം ലഭിക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലാതിലകം ആവാനൊക്കെ ദൈവം എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് എൻ്റെ ഈ പാട്ട് ഒക്കെ പാടുന്നത് ഞാനൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ഡയോസിസിൽ തന്നെ റെവറൻഡ് മാത്യു മാർക്കോസ് എന്നൊരു അച്ഛൻ എന്നെ അച്ഛൻ്റെ ചാനലിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അതെനിക്ക് എൻ്റെ ലൈഫിലൊരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ പാട്ടുകൾ കൂടുതൽ ആൾക്കാരിൽ എത്തി തുടങ്ങിയത് അച്ഛൻ എന്നെ വിളിച്ചതിന് ശേഷമാണ്. അച്ഛൻ്റെ ചാനലിലൂടെ എൻ്റെ കുറേ പാട്ടുകൾ എനിക്ക് റിലീസ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസിനായാലും കുറേ പള്ളികളിലായാലും എനിക്കങ്ങനെ പോയി എൻ്റെ സർവീസ്, എന്നെ കൊണ്ടാവുന്ന ഒരു സർവീസ് എനിക്ക് ചെയ്യാനായിട്ട് ദൈവം കൃപ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈ പാട്ടുകൾ കേട്ടിട്ട് തന്നെ പലരും എന്നെ അവരുടെ ചാനലിലായാലും സ്റ്റേജ് പ്രോഗ്രാംസിനായാലും ഒക്കെ പാടാനൊക്കെ വിളിച്ചു. അങ്ങനെ നിരവധി അവസരങ്ങൾ എനിക്ക് ദൈവം കൊണ്ടു തന്നു. ഈ പറഞ്ഞ പോലെ ആകാശവാണിയിൽ, പിന്നെ ഒരു അവാർഡ് ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹമ്മിങ് പാടാനായിട്ട്, പിന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ പാടാൻ, പിന്നെ നാടകഗാനത്തിന്, അങ്ങനെ പല പല അവസരങ്ങൾ ദൈവം എനിക്ക് കൊണ്ടു തന്നു. ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം ആ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം തരുന്ന അനുഗ്രഹം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തിനായിട്ടാണ് ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത്, ഇപ്പോഴും പാടുന്നത്. ആ ഒരു അനുഗ്രഹം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസിന് പാടാൻ കയറുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഭയങ്കര പനിയും ജലദോഷവും തൊണ്ടയടപ്പൊക്കെ ആയിട്ട് ഒട്ടും തന്നെ വയ്യാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ചില പ്രോഗ്രാംസിന് കയറുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഏറ്റെടുത്തൊരു പ്രോഗ്രാമിന് നമുക്ക് പിന്നീട് പോയി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമ്മളത് പ്രോഗ്രാമിന് എത്ര വയ്യാതെയാണ് കയറുന്നതെങ്കിൽ പോലും ആ പാടുന്ന സമയത്ത് ഒരു വിക്കലോ ഒന്നും വരാതെ ദൈവം എന്നെ കാക്കാറുണ്ട്. എനിക്കത് നല്ലപോലെ പാടി ഇറങ്ങാൻ പറ്റാറുണ്ട്. ഇറങ്ങിയിട്ട് വന്ന ആൾക്കാർ വന്നിട്ട് നന്നായിരുന്നു പാട്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അത് ദൈവം എനിക്ക് തരുന്നൊരു സന്തോഷമാണ്. ആ പാട്ട് പാടുമ്പോഴായാലും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴായാലും എനിക്ക് ദൈവം തരുന്നൊരു സന്തോഷ സമാധാനം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇപ്പം ഞാൻ ശാലോം TV-യിൽ ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കുറേ ഷെഡ്യൂളായിട്ട് ഞാനിപ്പോൾ പാടാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒന്നുമല്ലായിരുന്ന എന്നെ ഇത്രയെങ്കിലുമൊക്കെ എത്തിച്ചത് എൻ്റെ ദൈവമാണെന്ന് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. എത്ര വയ്യായ്മയിലും എന്നെ താങ്ങി ഇത്രത്തോളം നടത്തിയത് എൻ്റെ ദൈവമാണ്. ഞാനൊരു ക്രിസ്ത്യൻ ചാനലിൽ പാട്ട് പാടാൻ പോകാറുണ്ട്. ദൈവത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് എനിക്ക് പാടാൻ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് എനിക്ക് കോഴിക്കോട് വരെ പോകണം. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ട്രെയിന് വൈകുന്നേരം 6 മണിക്കാണ് ബുക്ക് ചെയ്തിരുന്നത്. തലേ ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും വൊമിറ്റിങ്ങും അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് വൊമിറ്റിംഗ് കൂടിയിട്ട് തൊട്ടും എണീക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ ശരിക്കും ഞങ്ങൾ വിഷമിച്ചു, എങ്ങനെ അതുവരെ ചെന്നെത്തും, അടുത്തൊന്നും അല്ല, ഇത്രയും ദൂരത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് പോകണം. അപ്പോൾ എങ്ങനെ അതുവരെ എത്തിക്കും? മാത്രമല്ല അവർ ചാനൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവർ ഫുള്ള് ഷെഡ്യൂൾ ചെയ്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരാൾക്ക് വേണ്ടി ആ ഷെഡ്യൂൾ മാറ്റാൻ അത് പാടാണ് മാറ്റാൻ. അപ്പോൾ എങ്ങനെ അവിടെ എത്തും എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമത്തിൽ, പോകാൻ തന്നെ പറ്റുമെന്ന് ഒട്ടും തന്നെ വിചാരിക്കാൻ
പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ ഞാൻ കിടന്നിരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ പപ്പയായാലും പറഞ്ഞു, എന്നാൽ പിന്നെ ഇവിടം തൊട്ട് നിങ്ങൾക്ക് അതുവരെ കാറിൽ പോയാലോ, ഇത്രയും ദൂരം കാർ ഓടിച്ച് പോയാലോ എന്നവരെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ എങ്ങനെയോ ആവട്ടെ എന്ന് പറഞ്ഞ് ദൈവം അപ്പോഴൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചെന്ന് തന്നെ പറയാം. അവിടെ ഞങ്ങൾ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എനിക്കെന്തോ എണീറ്റ് നിൽക്കാനൊരു ബലം ദൈവം തന്നു. ഇങ്ങനെ ദൈവം തന്ന ആ ഒരു ബലത്തിൽ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി. ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി. അപ്പോഴും ഒട്ടും വയ്യായിരുന്നു, തീരെ ഒരു ക്ഷീണാവസ്ഥയിൽ എപ്പോൾ വേണോ കുഴഞ്ഞു വീഴാം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ ശരിക്കും പോയത്. ഞാനും പപ്പയും അമ്മയും ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര പേടിച്ചായിരുന്നു ഇരുന്നത്. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തു പോകുമ്പോൾ യാത്രയുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കൂടി പറ്റൂല. എന്നാൽ പോലും ദൈവം കാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളങ്ങ് പോയി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത്. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഞങ്ങൾക്ക് അവിടെ എത്തണം, അവിടെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ദിവസം അതെനിക്ക് അഭിനയിക്കുകയും വേണം. അപ്പോൾ ഇത്രയും വയ്യായിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെ അതൊക്കെ അഭിനയിക്കും എന്നുള്ളൊരു വല്ലാത്തൊരു പേടി എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാം ഭയങ്കര ഒരു അത്ഭുതമായിട്ട് ദൈവം എന്നെ കാത്തു. കാരണം അടുത്ത ദിവസം തലേ ദിവസം ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇങ്ങനെ കുഴഞ്ഞു കിടന്നൊരു കുട്ടിയാണ് അവിടെ നിന്ന് പാടുന്നതെന്ന് ആർക്കും തോന്നിയില്ല. കാരണം എല്ലാവരും ഞാൻ പാടി ഇറങ്ങിയപ്പോഴേക്കും എന്നോട് പറഞ്ഞു, വളരെ നന്നായിട്ട് ഞാൻ പാടി, വളരെ നന്നായിട്ട് ഞാൻ അഭിനയിച്ചു, നന്നായിട്ട് ചിരിച്ച് നല്ല പ്ലസൻ്റ് ആയിട്ട് തന്നെ ഞാനവിടെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും എന്നോട് വന്നിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ദൈവം ഇത്രത്തോളം കാത്തു എന്നുള്ള രീതിയിൽ. കാരണം അന്ന് എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഫുൾ ഡേ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഡേ ആണെങ്കിൽ പോലും ഒരു തളർച്ച പോലും തോന്നാതെ ഫുൾ ഡേ എന്നെ ദൈവം താങ്ങി പരിപാലിച്ചു. അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു. അപ്പം അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ പല സിറ്റുവേഷൻസിലും ദൈവത്തിൻ്റെ വേലയ്ക്കായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം നമ്മെ താങ്ങും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എനിക്കിപ്പോഴും. അതെൻ്റെ ലൈഫിലെ സിറ്റുവേഷൻസ് കൊണ്ട് എനിക്ക് അതിപ്പം മനസ്സിലായി തുടങ്ങി. മ്യൂസിക് ലൈഫിലെന്ന് മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ എക്സാംസിനാണെങ്കിലും ചിലപ്പോൾ എക്സാമിൻ്റെ തലേദിവസം എനിക്ക് ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഭയങ്കരമായിട്ട് വയ്യാണ്ടായിട്ടോ, ഈ പറഞ്ഞ കണക്ക് വയ്യാണ്ടാവുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും. പെട്ടെന്ന് പനിയോ ജലദോഷം അങ്ങനത്തെ ഇതൊക്കെ വരാറുണ്ട്, ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എനിക്ക് അടുത്ത ദിവസത്തേക്ക് എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് പലപ്പോഴും എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പയും അമ്മയും കൊച്ചിലേ തൊട്ടേ എന്നെ ഈ ബൈബിൾ വായിച്ച് ഈ ദൈവത്തിൻ്റെ വചനങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു തന്നാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് വന്നെന്ന് പറയും, കുഴപ്പമില്ല, നിന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നീ ചെയ്, ദൈവം നിന്നെ സഹായിക്കും, നീ അവിടെ പോയിരിക്കുമ്പോൾ നിനക്കെല്ലാം ഓർമ്മ വരും എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പോയിരുന്ന എക്സാംസ് ആണെങ്കിലും എഴുതുന്നതും അല്ലെങ്കിൽ വേറെ എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ചെയ്യുന്നതും ഒക്കെ. ആ ഒരു അനുഗ്രഹം എനിക്ക് ആ സിറ്റുവേഷനെല്ലാം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുമുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചർച്ചിൻ്റെ ഒരു പണിക്ക് വേണ്ടിയിട്ട് അവരുടെ സെമിട്രിക്കും മറ്റ് പണികൾക്കുമായിട്ട് വേണ്ടി അവർ കുറച്ച് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും പല സഭകളിലും പോയി പാടുവാനും അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് എനിക്കും കൂടി അതിനകത്തൊരു ഭാഗമാവാനും എനിക്ക് സഹായിക്കുവാനും ഒക്കെ ഒരു പല രീതിയിലും ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാണെന്ന് കാണിക്കാൻ എനിക്കൊരു അവസരം പല രീതിയിലും ദൈവം ഉണ്ടാക്കി തരുന്നുണ്ട്. അതിനെല്ലാം ദൈവത്തോട് ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. പിന്നെ 2024 എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു എൻ്റെ എന്നല്ല എൻ്റെ ഫാമിലിയുടെ ഇതാണെങ്കിൽ പോലും ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വർഷമായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചൻ പപ്പയുടെ പപ്പ ഞങ്ങളെ വിട്ടു പോയി. ആ വർഷം അപ്പച്ചൻ ഫുൾ ICUലായിരുന്നു, വെൻറ്റിലേറ്ററിൽ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു കിടന്നത്. ജനുവരി ഫെബ്രുവരി ടൈമിലൊക്കെ ഭയങ്കര സീരിയസ് സിറ്റുവേഷൻസിലായിരുന്നു കിടന്നത്. അപ്പോഴാണെങ്കിൽ പോലും ഞാനവിടെ വെളിയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര വിഷമത്തിയിരിക്കുമ്പോൾ ഞാനവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അപ്പച്ചനൊന്നും പറ്റരുതേ എന്നുള്ള രീതിയിൽ. പക്ഷേ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഒരു ചാൻസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഇല്ല ഒന്നും പറ്റില്ല എന്ന് വിശ്വസിച്ച്. പക്ഷേ ആ സമയത്ത് അപ്പച്ചൻ റിക്കവറായി വന്നു. പക്ഷേ പിന്നെയും ഒരു 6 മാസത്തിനൊക്കെ ശേഷം അപ്പച്ചന് പിന്നെയും വയ്യാണ്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് അടയ്ക്കണം, അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു. ഓഗസ്റ്റ് 10 അപ്പച്ചൻ ഞങ്ങളെ വിട്ടു പോയി. അത് ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി, എൻ്റെ അപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് എല്ലാത്തിനും തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും എന്താണ് നല്ലതെന്ന് അറിഞ്ഞവരെനിക്ക് ചെയ്തു തരാറുണ്ട്. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഫാമിലി. അവരെനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാറുണ്ട്. എല്ലാത്തിനും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് നിൽക്കുന്നത്. അപ്പം അപ്പച്ചൻ്റെ ഈ ഒരു വിട പറച്ചിൽ എനിക്കൊരു വിഷമം ഉണ്ടാക്കി ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മച്ചിയുടെ കൂടെ ഇങ്ങോട്ട് താമസമാക്കി. ഇപ്പോൾ ഒരു 10 മാസം ആവുന്നു അപ്പച്ചൻ പോയിട്ട്. അപ്പച്ചൻ പോയി ഒരു 2 മാസം ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ അമ്മയുടെ പാരൻസിന് 2 പേർക്കും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. കാരണം 2 പേരും ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്ത് നോക്കാനായിട്ടും ഇവിടെ പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരുടെ പുറകെ എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ലാതെ 2 പേരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പിന്നെ അപ്പച്ചൻ 4 വർഷമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷേ എന്നാലും മരുന്നിൻ്റെ ഇതിലൊക്കെ കൊണ്ട് മെയിനായിട്ടും അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവത്തിലാണ്. ഇതപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ആ അത്ഭുതം ഞങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ താങ്ങി നടത്തി അങ്ങനെ പോകുന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്നാൽ പോലും ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പോവുകയാണ്. ലഭിച്ച കഴിവുകൾ ദൈവത്തിനായി ഉപയോഗിക്കണം എന്നാണ് അനുശ്രീയുടെ ആഗ്രഹം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ പ്രയാസപ്പെട്ടപ്പോഴും ബലത്തോടെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ് അനുശ്രീ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുള്ളൊരു ബൈബിൾ വേഴ്സാണ്. അതായത് സങ്കീർത്തനം 119:42. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഈ ഒരു വചനം ഞാനിങ്ങനെ ഒരു ലൈഫിലൊരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ വായിച്ചു വന്നപ്പം ക്യാച്ച് ചെയ്തൊരു വചനമാണിത്. കാരണം എൻ്റെ ലൈഫിൽ ഈ പാട്ടിൻ്റെ ആണെങ്കിലും മറ്റ് രീതിയിലാണെങ്കിലും പല അവോയ്ഡിങ്സ് ആയാലും പല രീതിയിലുള്ള മാറ്റി നിർത്തലുകൾ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റി നിർത്തിയവർ തന്നെ പിന്നെ എന്നെ വിളിക്കുകയും ആ ഒരു രീതിയിൽ മുന്നോട്ട് വളരുവാൻ എനിക്ക് ഭയങ്കര സഹായകരമായിട്ടുണ്ട്. അതായത് ചില പാട്ടുകൾക്കൊക്കെ എന്നെ മാറ്റി നിർത്തിയും പിന്നെ ആ സ്ഥലങ്ങൾ തന്നെ എനിക്ക് പിന്നെയും നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വചനം കേൾക്കുമ്പോൾ
ഓക്കെ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ മാർ ബെസീലിയോസ് കോളേജ് എഞ്ചിനീയറിംഗ് 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നല്ലൊരു പ്രോജക്റ്റ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം എന്ന്. അതുപോലെ തന്നെ ഇനി ഒരു ലൈഫിലും ഭയങ്കര അങ്ങനെ ഹൈറ്റിലൊന്നല്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നൊരു നല്ല ജോലി എനിക്ക് നേടണം എന്നുണ്ട്, നല്ലൊരു ജോലി. അതോടൊപ്പം തന്നെ ഈ ദൈവ ശുശ്രൂഷയൊക്കെ നല്ലപോലെ തന്നെ ചെയ്യണം എന്നുണ്ട്. കാരണം ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുമ്പോൾ, ഞാനിങ്ങനെ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ പാടുന്ന കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് അത്രയ്ക്കും ഭയങ്കര വിശ്വാസമാണോ, ലൈക്ക് അങ്ങനെയൊക്കെ അവർ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് വിശ്വാസമാണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ദൈവം കുറേ നല്ലത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കും, അപ്പം ദൈവം എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ഇത്ര കഷ്ടപ്പാട് തരുന്ന എന്തിനാണ്, ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ നമുക്ക് കഷ്ടപ്പാടൊക്കെ തരുന്ന എന്തിനാണെന്ന് അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് തിരിച്ച് മറുപടി പറയാറുണ്ട്, ദൈവം ഒരിക്കലും നമ്മുടെ ലൈഫ് ഈസി ആക്കാനുള്ളൊരു മെഷീനോ ഒരു മജീഷ്യനോ ഒന്നും അല്ല. പക്ഷേ ഒരിക്കലും നമ്മളെ കൈവിടാതെ നമ്മുടെ അറ്റ് ദി ലോവസ്റ്റ് ആണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഏറ്റവും ലോവസ്റ്റ് നിൽക്കുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ ഒരു അവസാന അത്താണി എന്ന് പറയുന്നത് ദൈവമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടാണെങ്കിൽ പോലും വെളിയിലുള്ളവരോടാണെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതിപ്പോൾ പാട്ടിൻ്റെ രൂപത്തിലാണെങ്കിലും എന്ത് രൂപത്തിലാണെങ്കിലും എനിക്ക് ദൈവനാമം പുകഴ്ത്തുവാൻ ഉള്ളൊരു അവസരം ഇനിയും വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ദൈവ ശുശ്രൂഷയും അതെല്ലാം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷവും ദൈവത്തിനെ പുകഴ്ത്താൻ എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അതിനെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിനേക്കാളും ഒരുപാട് ഇരട്ടിയിലിരട്ടിയായി ദൈവം എന്നെ സമൃദ്ധി അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശോകാന്ധകാര